നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെ മാത്രമാണോ ചിന്തിച്ചിരിക്കുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണോ ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത്? നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കണക്കാക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയം എത്രമാത്രം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി നിങ്ങളിലൂടെ ലഭിക്കും എന്നുള്ള വിശ്വാസത്താലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് കേവലം ഒരു ആകർഷണം മാത്രമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ആകർഷണം മാത്രം. പൗർണമി, അമാവാസി ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വരാറുണ്ട്. പക്ഷെങ്കിൽ പോലും അതെല്ലാം ഒരു പാഴായിട്ടുള്ള ചിന്തകളായി, അല്ലെങ്കിൽ ഒരു നേരം പോക്കിനുള്ള ചിന്തകളുമായിട്ട് മാത്രമാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ ഒരു തരത്തിലുള്ള ചിന്തകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തടസ്സങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരു മുജ്ജന്മ ബന്ധം പോലെയാണ് തോന്നിപ്പിക്കുന്നത്. പലപ്പോഴും ഇതൊരു മുജ്ജന്മ ബന്ധം തന്നെയാണോ എന്ന് പോലുമുള്ള സംശയം ഈ വ്യക്തിക്ക് വരാറുണ്ടായിരുന്നു. കാരണം അത്രമാത്രം നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അമിതമായി ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വളരെയധികം കോലിളക്കങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒഴിവാക്കിയതിൽ വളരെയധികം ഖേദിക്കുകയാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മറ്റു പലവരുടെയും ഭീഷണിപ്പെടുത്തലുകളോ, അല്ലെങ്കിൽ മറ്റു പലവരെ ഒരുപക്ഷെ അവരെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുത്തതിലൊന്നായിരിക്കാം നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ ആ തീരുമാനം തെറ്റായിരുന്നുവെന്നും അത് അങ്ങേയറ്റം മണ്ടത്തരം തന്നെയാണെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി ചിന്തിക്കുവാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം അത്രമാത്രം പരമാർത്ഥമായതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ രൂപം എപ്പോഴും മനസ്സിൽ ഒരു വിഗ്രഹത്തെ പോലെ കൊണ്ട് നടക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തി നിശബ്ദത പുലർത്തുന്നത് യാതൊരു കാരണവശാലും നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ചിന്തകൾ തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഓരോ നിമിഷവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ പിന്നിലുള്ള അതീവമായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിരന്തരമായി നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? നിന്നെ മറക്കുവാനോ വെറുക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല. എന്താണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥം, അടിത്തറ എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണാടിച്ചില്ല് പൊട്ടിച്ചിതറി പോകുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ പ്രണയബന്ധം ഒരുപക്ഷെ ഏതോ ഒരു കാലഘട്ടത്തിൽ പൊട്ടിച്ചിതറിപ്പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും
നിങ്ങളുടെ വ്യക്തി അതെങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കണമെന്നും എല്ലാം കൂടെ ചേർത്ത് വെക്കണമെന്നും താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഇത് തീർത്തും നിങ്ങളുടെ സ്നേഹം താഴെ വീണ് ഉടഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നിങ്ങളുടെ പ്രണയം അത്രമാത്രം പരിശുദ്ധതയിൽ എത്തി നിൽക്കുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ചില തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം തീവ്രതയോട് കൂടി അന്വേഷിച്ചും ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും തന്നെയാണ് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ഇനി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തി ചില കാര്യങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പുതിയതെന്തെങ്കിലും പഠിക്കുന്നതോ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോ പുതിയ സ്ഥലത്ത് പോകുന്നതോ യാത്ര ചെയ്യുന്നതോ ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുനിയുന്നതായിട്ടും അതിനുവേണ്ടി താല്പര്യം കൊള്ളുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നതും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുലി എന്ന് പറയുന്ന മൃഗത്തിന് സമാനമായിട്ടുള്ള ഊർജത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം ആ ഒരു സോഡിയക് സൈനിന്റെ ഊർജമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെയധികം പെട്ടെന്നായിരിക്കാം, തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ എടുക്കാം എന്നിങ്ങനെയുള്ള സാധ്യതകളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാർക്കും നൽകാതെ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തീർത്തും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അടയാളത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടിയുമായി ഈ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്കും എത്തിച്ചേരുന്നുണ്ട്. തനിക്ക് വേണ്ടാത്ത വ്യക്തികളെ ജീവിതത്തിൽ നിന്നും തുടച്ചു നിൽക്കുന്നതാണ് നല്ലതെന്നും തനിക്ക് വേണ്ടുന്ന വ്യക്തികളെ മാത്രം കൂടെ കൂട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തടസ്സങ്ങളൊന്നും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഭയാനകരമായ ഒന്നല്ല. ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായ സ്നേഹത്തിന് മുറവിളി കൂട്ടുവാൻ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു ചേരുവാനും നിങ്ങളുമായി സംസാരിക്കുവാനും ഒരു നിമിഷം പങ്കിടുവാനും ഈ വ്യക്തി താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളില്ലാതെ ഈ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഹൃദയം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ താൻ മനുഷ്യനല്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിലുള്ള ദൈവത്തിന്റെ കടാക്ഷം ഈ ഒരു പ്രണയബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ദൈവത്തിന്റെ കടാക്ഷം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് വെക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പക്ഷെ ഒരു മുജ്ജന്മ ബന്ധമാകാം. നിങ്ങൾ രണ്ടുപേരും മുജ്ജന്മത്തിൽ ഒന്നിക്കേണ്ടവരായിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല. അത് ഈ ഒരു ജന്മത്തിൽ പുനർജനിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാവുകയും ആഴത്തിൽ പ്രണയത്തിലാവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സോള് വളരെയധികം പവർഫുൾ ആണ്. ഈ പ്രണയബന്ധത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ആഴത്തിലാണ് എത്തി നിൽക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയുന്നതും അത്രയധികം കഠിനമായിട്ടുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത്. ഇതൊരിക്കലും സാഹചര്യത്തിനനുസരിച്ച് മാറ്റിക്കളയുവാൻ പറ്റുന്ന ഒരു പ്രണയബന്ധമല്ല. ദിവ്യത്വം വളരെയധികം തുളുമ്പി നിൽക്കുന്ന ഒരു പ്രണയബന്ധം കൂടിയാണ്. ഇതൊരിക്കലും മനസ്സിൽ നിന്ന് സൗകര്യത്തിനനുസരിച്ച് മായ്ച്ചു കളയാനോ സ്വീകരിക്കാനോ പറ്റുന്ന ഒരു പ്രണയബന്ധമല്ല. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.